നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 953rd day. Today 36th sloka of Pradhamaskandha 11th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 953 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. ഉദ്ധാമഭാവപിശുനാമ വൽഗുഹാസവ്രീഡാവലോകനിഗതോ മദനോഭിയാസാം സമ്മുഹ്യ ചാപമജഹാത് പ്രമദോസ്തമസ്ഥാ യസ്യേന്ദ്രിയം വിമദിതും കുഹകൈർന ശോക. ഓം തത്സത്. കുഹകൈർന ശേഖ. ശേഖു. ഓം ശ്രീകൃഷ്ണായ നമഃ. ശേഖു എന്നാണ്. ഓം തത്സത്. ഉദ്ധാമഭാവപിശുനാമല വൽഗുഹാസ വ്രീഡാവലോകനിഗതോ മദനോഭിയാസാം സമ്മുഹ്യ ശാപമജഹാത് പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമദിതും കുഹകൈർന ശേഖു. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഇത് ഒറ്റൊരു വാക്കാണ്. ഉദ്ധാമഭാവപിശുനാമ വൽഗുഹാസ വ്രീഡാവലോകനിഗതോ. ആ സ്ത്രീകളുടെ വിലാസത്തെക്കുറിച്ച് പറയുകയാണ്. മദനോ അഭിയാസാം സമ്മൂഹ്യ ശാപം അജഹാത് പ്രമദ ഉത്തമാസ്ത പ്രഥമം ഉത്തമാസ്ത യസ്യ ഇന്ദ്രിയം വിമദിതും കുഹകൈ ന ശേഖു. അതായത് യാസാം യാതൊരു സ്ത്രീകളുടെ ഉദ്ധാമഭാവ പിശുനാമ വൽഗുഹാസ വ്രീഡാവലോകനിഗത. ഗംഭീരമായ അഭിപ്രായത്തെ സൂചിപ്പിക്കുന്നതും നിർമ്മലവും മനോഹരവുമായ മന്ദഹാസം, ലജ്ജയോട് കൂടിയിട്ടുള്ള നോട്ടം ഇവയാൽ ജയിക്കപ്പെട്ട മന്മഥൻ അതായത് കാമദേവൻ സമ്മോഹിച്ചിട്ട് ആ സ്ത്രീകളുടെ ഇതിൽ സമ്മോഹിച്ചിട്ട് ചാപം മദനം ചാപം തൻ്റെ വില്ലിനെ അജഹാർ ഉപേക്ഷിച്ചു. താ പ്രമദോത്തമ ആ സ്ത്രീരത്നങ്ങൾ കുഹകൈ പുരുഷന്മാരെ വഞ്ചിക്കാനുള്ള കുഹകൈർ ന പുരുഷന്മാരെ വഞ്ചിക്കുക. അതായത് സ്ത്രീകളുടെ ഇങ്ങനെയുള്ള കടാക്ഷങ്ങളാൽ പുരുഷന്മാർ വഞ്ചിക്കപ്പെടും. വഞ്ചിക്കാനുള്ള ആ വിലാസങ്ങൾ കൊണ്ട് യസ്യ യാതൊരുത്തൻ്റെ ഇന്ദ്രിയത്തെ മനസ്സിനെ വിമദിതും ശോഭിപ്പിക്കാനായിക്കൊണ്ട് ന ശേഖു ശക്തകളായില്ല. അതായത് ഈ പ്രകാരം ഈ സ്ത്രീരത്നങ്ങൾ അത്രയ്ക്കും മനോഹരികളാണ്. അവരുടെ ആ നോട്ടവും ലജ്ജ കലർന്നുള്ള നോട്ടവും അവരുടെ മന്ദഹാസവും മറ്റുള്ള ലീലകളും ഒക്കെ കണ്ടാൽ ആരും അവരിൽ ലയിച്ചു പോകും. ഏതൊരു പുരുഷനും അവരിൽ വഞ്ചിക്കും. എന്തിന് കാമദേവൻ പോലും തൻ്റെ വില്ലിനെ താഴെ വെച്ചു. തൻ്റെ ആവശ്യമില്ല, അവരുടെ ഈ കടാക്ഷങ്ങൾ തന്നെ മതി, ഇനി തൻ്റെ വില്ലിൻ്റെ ആവശ്യമില്ല, താൻ ചാപം കൊലക്കേണ്ടതില്ല എന്ന് കരുതി തൻ്റെ ചാപത്തെ കീഴെ വെച്ചു. അപ്രകാരമുള്ള ആ സ്ത്രീകളുടെ വിലാസങ്ങളും മറ്റും ഏത് ഈ ലോകത്തുള്ള ഏതൊരു പുരുഷൻ്റെ ഇന്ദ്രിയത്തെയും വശീകരിക്കുന്ന ആ ലീലാവിലാസങ്ങൾ ഭഗവാന്റെ ഒട്ടും ബാധിച്ചില്ല. എന്തെന്നാൽ ഭഗവാൻ സ്വാത്മാരാമനാണ്. ഭഗവാന് പുറത്തു നിന്നുള്ള ഒരു കാര്യം തന്നെ രമിപ്പിക്കാൻ ആവശ്യമില്ല. ഇവർ എന്തൊക്കെ ചെയ്തിട്ടും ഭഗവാൻ അവരിൽ രമിച്ചിട്ടില്ല. ഭഗവാൻ അവരെ രമിപ്പിക്കുകയല്ലാതെ ഭഗവാൻ അവരിൽ രമിച്ചിട്ടില്ല. ഭഗവാനെ രമിപ്പിക്കുവാൻ അവർ ശക്തകളായില്ല. ഭഗവാൻ അവരെ രമിപ്പിച്ചതല്ലാതെ സ്വരൂപാനന്ദത്തിൽ ലയിച്ചതല്ലാതെ
മനസ്സ് സ്ത്രീകളിൽ പ്രവേശിച്ചില്ല എന്നാണ് സാരം. അതായത് ഭഗവാന്റെ മഹത്വം കാണിക്കുവാൻ വേണ്ടി പറയുകയാണ്. ആ സ്ത്രീകൾ എത്രയ്ക്കും മനോഹരികളായിരുന്നു, അവർ എപ്രകാരം എല്ലാവരുടെയും മനസ്സ് ഹരിക്കത്തക്കതായിരുന്നു എന്നാണ് ആദ്യത്തെ ആ വാക്കുകളിൽ പറയുന്നത്. ഉദ്ദാമ ഭാവ പിശുനാമ വൽഗുഹാസ ക്രീഡാവലോക നിഹതോ മദനനെ കൂടി മതിപ്പിക്കുന്ന ആ സ്ത്രീകൾക്ക് ഭഗവാന്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ല. ഭഗവാൻ സ്വരൂപാനന്ദത്തിൽ ലയിക്കുന്ന ആ ഭഗവാന് പുറത്തുനിന്നും ഒന്നും രമിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അവർക്ക് ഭഗവാനെ രമിപ്പിക്കുവാൻ ശക്തകളായില്ല എന്ന് കാണിക്കുകയാണ്. അത്രയ്ക്കും അനേകം സ്ത്രീകളുടെ കൂടെ ഭഗവാൻ രമിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു. അത് വിവരിക്കുകയാണ്. അതുകൊണ്ട് പ്രാകൃത പുരുഷനല്ല ഭഗവാൻ അവരെ തൻ്റെ നാട്യം കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയല്ലാതെ ഭഗവാന്റെ മഹിമയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് പറയുകയാണ്. തൻ്റെ കരിമ്പ് വില്ല് പോലും കാമദേവന് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്രകാരമുള്ള ഉത്തമ സ്ത്രീകളായിട്ടുള്ള സാധാരണ പുരുഷന്മാരെ വശീകരിക്കുന്ന അവരുടെ ശൃംഗാരാദി ശേഷികൾ ഭഗവാനെ വശീകരിക്കാൻ പ്രാപ്തമായില്ല. ഭഗവാന്റെ മനസ്സിനെ അവർക്ക് ഇളക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തെന്നാൽ ഭഗവാൻ സ്വാത്മാരാമനാണ്. ഭഗവാൻ എല്ലാവർക്കും സന്തോഷം നൽകും. ഭഗവാൻ ആരും അങ്ങോട്ട് സന്തോഷം നൽകേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം പറഞ്ഞ് കാണിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഭഗവാന്റെ മഹിമ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ശ്ലോകങ്ങളിലൂടെ. അതറിയാതെ ഭഗവാൻ 16,008 ഭാര്യമാരുണ്ടായിരുന്നു, അവരോടൊക്കെ രമിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ നാം പറയുന്നത് തെറ്റാണ്. ഭഗവാൻ രമിക്കുവാൻ വേണ്ടി ആരെയും ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ, നമ്മെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവത് ചൈതന്യം തന്നെയാണ് ആ പരമാത്മസ്വരൂപി എന്ന് മനസ്സിലാക്കി ആ പരമാത്മസ്വരൂപത്തിലേക്ക് ലയിക്കുകയാണ് നമ്മുടെ പരമമായ ഉദ്ദേശം, ജന്മത്തിൻ്റെ ഉദ്ദേശം. ശ്ലോകം ഒരിക്കൽ കൂടി. ഉദ്ദാമഭാവ പിശുനാമ വൽഗുഹാസ ക്രീഡാവലോകനിഹതോ മദനോവിയാസാം സമ്മൂഹ്യ ചാപമജഹാത് പ്രമദോത്തമോസ്ത യസ്യേന്ദ്രിയം വിമദിതും കുഹകേർനശേഗു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്.